ഗായ്സ് ഫസ്റ്റ് തന്നെ എല്ലാവർക്കും മോസ്റ്റായിട്ട് അത്തം ഓണം അനിഴം ആശംസകൾ ഗായ്സ്. അപ്പോൾ അത് മോസ്റ്റായിട്ട് നമ്മുടെ അനിഴം ഡേ ആണ് ഗായ്സ് മോസ്റ്റായിട്ട്. അപ്പം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം ചോതി 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതെന്ത് നമ്മുടെ 6th ഡേ ആയ അനിഴമാണ് ഗായ്സ്. അപ്പം ഞാൻ എന്താ പറയുക അനിഴം ഡേയിലേക്ക് നല്ല വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഗായ്സ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എന്തായാലും മോസ്റ്റായിട്ട് അത്തം ഇടുന്ന വീഡിയോ പൂ പറിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഞാൻ മോസ്റ്റായിട്ട് ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഗായ്സ് അപ്പം കൊട്ട ഞാൻ ഗായ്സ്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പറയാൻ വന്നല്ലോ ഗായ്സ്. അപ്പം അനിഴത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഗായ്സ്? അപ്പം അനിഴം എൻ്റെ നാളാണ് ഗായ്സ്. മോസ്റ്റായിട്ട് എൻ്റെ നാളാണ് അനിഴം. കുഞ്ഞാച്ചിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, കുഞ്ഞാച്ചിൻ്റെ മോസ്റ്റായിട്ട് ചോദ്യമാണ് കേട്ടോ ഗായ്സ്. അതാണ് ചോദ്യം. ഈ പ്രാവശ്യം 2 പ്രാവശ്യം വന്നുകൊണ്ടാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം 10 ദിവസമല്ല 11 ദിവസത്തേക്കാണ് കേട്ടോ ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ നോക്കി ഞാൻ കൊട്ടയൊക്കെ എടുത്തിട്ട് മോസ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മോസ്റ്റായിട്ട് പോയിട്ട് നമുക്ക് പൂ പറിക്കണം, പൂക്കളിടണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് പോവാം ഗൈസ്. എൻ്റെ അത്തം ഡേ എൻ്റെ അനിഴം. ഇപ്പോൾ നോക്ക് നമ്മുടെ മോസ്റ്റായിട്ടുള്ള പൂത്തറ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഫുള്ള് മഴ പെയ്തിട്ട് എന്താ പറയുക പൂക്കൾ മുഴുവനും ഇങ്ങോട്ട് ഒഴുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നോക്ക് ഇന്നലെ നമ്മൾ പോയപ്പോൾ മോസ്റ്റായിട്ട് കുറച്ച് ഗൈസ് നമ്മുടെ മെരിഗോൾഡ് ഫ്ലവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇതിൻ്റെ ഓറഞ്ചും യെല്ലോയും കളർ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിവിടെ മോസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ വിത്ത് അതിൻ്റെ അരി പോലത്തെ സംഭവമില്ല ഗൈസ് അടിക്കുള്ളത്, അതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് ഇപ്പം ഇവിടെ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇതൊന്നും പോരാ ഫ്ലവേഴ്സ്, നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് പറിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മോസ്റ്റായിട്ട് പറിക്കാം ഗായ്സ്. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു വേറെ വൈബാണ് കേട്ടോ നമ്മുടെ ഓണത്തിന്. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല ഗായ്സ്. നോക്കിയത് എൻ്റെ ന്യൂ ഡ്രസ്സാണ്. ഇതെന്താ ചന്ദനം ഗായ്സ്. ന്യൂ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ ഇത് വാങ്ങിയിട്ടാകെ ഒരു പ്രാവശ്യം മാത്രം അന്നത്തെ ഡേ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇടുന്നത് ഇപ്പോഴാണ് കേട്ടോ. മോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഓക്കെ, അപ്പോൾ ഗായ്സ് നോക്ക് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഫ്ലവേഴ്സ് വളരെ 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 കുറവാണ്. അതെന്താ അങ്ങനെ അറിയത്തില്ല ഗൈസ്. നമ്മുടെ വിഡേലി അടക്കം മോസ്റ്റായിട്ട് കുറവാണ്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് എന്താ പറയുക പൂക്കളെല്ലാം പറിച്ചിടാം. അപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്യാതിരുന്നാൽ മതി. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പൂക്കളിട്ട് കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ട് മഴ കൊണ്ടുപോകുമ്പോൾ അതൊരു ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ മോസ്റ്റായിട്ടുള്ള ഓറഞ്ച് കളർ തുമ്പിപ്പൂ കണ്ടല്ലേ ഗൈസ് ഇവിടെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ നമുക്ക് ഗൈസ് ഇവിടെ വളരെ കുറവാണ് ഗൈസ്. അതൊരു വലിയ വിഷയം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂക്കളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് കളറാണ്. പിന്നെ തുമ്പിപ്പൂവിൻ്റെ പോലെ തന്നെ ചെറിയൊരു കളർ ഗൈസ് ഉണ്ടല്ലേ, റോസ് കളറുള്ളത്. നല്ല രസമാണ് ഗൈസ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ മോസ്റ്റാണ് ഗൈസ്. നമുക്ക് എല്ലാം പറിച്ചിടാം കേട്ടോ ഗൈസ്. ഇപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ ഇവിടം വരെയായി. നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. എന്താ പറയുക മോസ്റ്റായിട്ടുള്ള എല്ലാവർക്കും ഓണമൊക്കെ എല്ലാവർക്കും വന്നില്ലേ, ഓണക്കോടിയൊക്കെ എടുത്ത് മോസ്റ്റ് ആക്കിയിട്ടില്ല എല്ലാവരും. പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് ഗൈസ്. മോസ്റ്റായിട്ട് പറയണം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, മോസ്റ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കി ഇത്രയും ഫ്ലവേഴ്സാണ് ഗൈസ് ഇവിടെ ആകെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്ത് ചെയ്യും നമ്മുടെ തുമ്പപ്പൂ റെഡ് കളർ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ വിടയിൽ നിങ്ങൾ കണ്ടില്ലേ ഗൈസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് മോസ്റ്റായിട്ട് ഇനിയും ഫ്ലവേഴ്സ് പറിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് പോയിട്ട് പറിക്കാം ഗൈസ്. അപ്പോൾ നോക്കി നമുക്ക് ഈ പൂക്കളൊക്കെ എടുത്തിട്ട് എല്ലാം മാറ്റി വെക്കാം കേട്ടോ. എല്ലാം മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് അധികം ഇല്ല. അപ്പം പറയുന്ന ഇടത്തൊന്നും കുറേ പൂക്കളുണ്ടെന്ന്. പൂക്കൾ വളരെ 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 കുറവാണല്ലേ. എന്തായാലും എന്താ പറയുക, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഗൈസ് ഒന്നുമില്ല. അയ്യോ, അപ്പോൾ ഗൈസ് നോക്ക് നമ്മൾ മോസ്റ്റായിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ട് എല്ലാം മാറ്റി വെക്കണം. അപ്പോൾ നല്ല ഐശ്വര്യമായിട്ട് രാവിലെ കറണ്ട് പോയിട്ടുണ്ട്. അറിയില്ല, ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു കറണ്ട്. അപ്പോൾ ഗൈസ് നോക്കി ഇത്രയും ഫ്ലവേഴ്സാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. മോസ്റ്റായിട്ട് പോയിട്ട് പറിക്കാം ഗൈസ്. നമുക്ക് മുകളിലേക്ക് ജസ്റ്റ് പോയിട്ടൊന്ന് നോക്കാം മോസ്റ്റായിട്ട് പൂക്കൾ വല്ലതും ഉണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ വയലറ്റ് കളറുള്ള ഫ്ലവേഴ്സും യെല്ലോ ഫ്ലവേഴ്സും നമ്മുടെ ഇവിടുത്തെ പൂമരമല്ലേ ഗൈസ്, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൂമരമാണ് കേട്ടോ. അപ്പോൾ ഈ പൂമരം ഫുൾ പൂത്ത് നമ്മുടെ വഴിക്ക് കൂടി നിറച്ച് മഞ്ഞ ഫ്ലവേഴ്സ് പരവതാനി വിരിച്ചു പോലെ നിറച്ചും ഉണ്ടാവേണ്ടതാണ്. അറിയില്ല ഗൈസ് എന്താ ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവാതിരിക്കില്ല കേട്ടോ. പക്ഷേ ഇത് ഈ പ്രാവശ്യം ഇത്തിരി ലേറ്റ് ആയിട്ടാണ്. പക്ഷേ അവിടുത്തെ പൂക്കൾ മോസ്റ്റാണ് കേട്ടോ. നല്ല യെല്ലോ നല്ല അടിപൊളി മോസ്റ്റാണ് നമ്മുടെ പൂമരം, അസലാണ്.
അപ്പോൾ നമ്മളിത് മുകളിലേക്ക് നടക്കുകയാണ്. അപ്പം വേറെ ഒന്നുമല്ല ഗായ്സ്, അപ്പം നമ്മുടെ ഇവിടെ മോസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവർ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. അപ്പോൾ അത് മോസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ഫ്ലവറിനെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവറാണ് ഗൈസ്. നല്ല വെയിൽ വന്നിട്ട് ഇപ്പം ഞാൻ കരിഞ്ഞു വെക്കോളും. ഈ ഫ്ലവറാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റേ പൂച്ചമുള്ളിൻ്റെ കായില്ലേ ഗൈസ്, അതിൻ്റെ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഗൈസ് ഈ ഫ്ലവർ കാണാൻ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട്, പക്ഷേ അതിനകത്ത് അധികം പൂക്കളില്ല. പക്ഷേ ഇതിൻ്റെ പൂവ് ഞാൻ അധികവും നമ്മൾ അരിഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം മോസ്റ്റായിട്ട് നമുക്ക് കൊട്ടയിലേക്ക് കളക്ട് ചെയ്യാം. നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ. നിങ്ങൾക്കറിയില്ലേ ഗൈസ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കായ എടുത്ത് പൊട്ടിക്കുമ്പം ഇവിടെ ഇപ്പോൾ വെള്ളം വരുന്നത്. യെസ്, അത് തന്നെ. അപ്പം അത് കുറേ വീണ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് മോസ്റ്റായിട്ട് ഇത് പെറുക്കാം കേട്ടോ. ഒരു കൊട്ട ഫ്ലവർ മോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇടുന്നത്. വലിയ ഫ്ലവറാണ്. ഞാൻ അധികം ഈ ഫ്ലവർ അരിഞ്ഞാണ് കേട്ടോ ഇടാറുള്ളത്. മോസ്റ്റായിട്ട് അരിഞ്ഞിട്ടാണ് ഇടാറുള്ളത്. അപ്പം മോസ്റ്റായിട്ട് നടക്കാം കേട്ടോ ഗൈസ്. അപ്പം ഓണം പണ്ടത്തേക്ക് ഓണമായിരുന്നു അല്ലേ മോസ്റ്റ്. പണ്ടത്തേക്ക് ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര മോസ്റ്റായിട്ടുള്ളൊരു ഓണമായിരുന്നു. കോടിയെടുക്കുക, പൂക്കൾ പറിക്കാൻ പോവുക, അത്തയിടാന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷവും ഇതൊക്കെ തരുന്ന മോസ്റ്റായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒന്നും ഓണം എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയെന്നറിയില്ല. ഓണമൊന്നും ഓണമായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ബർത്ത്ഡേൻ്റെ കാര്യമൊക്കെ അതെ, സത്യം പറഞ്ഞാൽ സെലിബ്രേഷൻസ് എല്ലാം തന്നെ അതെ, സെലിബ്രേഷൻസൊന്നും ഇതായിട്ടൊന്നും തോന്നുന്നില്ല. അറിയില്ല എന്താ അങ്ങനെയെന്ന്. എന്നാലും മോസ്റ്റായിട്ട് നമുക്ക് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യമേ ഉള്ളൂ വർഷത്തിലാകെ ഒരു പ്രാവശ്യമാണ് ഈ സംഭവങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് ഇത് കൊണ്ടിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ പൊങ്ങല്യം ഫ്ലവറാണ് കേട്ടോ. എനിക്കിതിൻ്റെ പേര് വേഗം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെള്ളം സംഭരിച്ച് വെക്കുന്നതിനെ പറ്റി അതെ മോസ്റ്റായിട്ട്. അപ്പം എന്താ പറയുക, ഇതിൻ്റെ സാധനം കളഞ്ഞിട്ട് നമുക്കിവിടെ വെക്കാം. അത് നമ്മൾ അരിയാനാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു മോസ്റ്റിൽ എടുക്കുക. അല്ലാതെ അതോടെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളായി പോകും കേട്ടോ. അപ്പോൾ മോസ്റ്റായിട്ട് ഇതിൻ്റെ ഇത് കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗൈസ് ഇപ്പോൾ നമുക്കിവിടെ ഇത്രയും ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും ഫ്ലവേഴ്സ് മോസ്റ്റായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് മോസ്റ്റായിട്ട് പോയിട്ട് ഫ്ലവേഴ്സ് എല്ലാം കളക്ട് ചെയ്യാം ഗൈസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഞാൻ ആരോടാണ് പറയുന്നത്, നമ്മൾ നെക്സ്റ്റ് ഇനി മോസ്റ്റായിട്ട് നമ്മുടെ കുറിഞ്ഞിപ്പൂ പറിക്കാനായിട്ട് പോകാം. കുറിഞ്ഞിപ്പൂ ഇപ്രാവശ്യം വളരെ കുറവാണ്, പക്ഷെ മോസ്റ്റായിട്ട് നല്ല കളറാണ്. അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റായിട്ടുള്ള വയലറ്റ് ലാവൻഡർ പോലത്തെ കളറാണല്ലോ. അപ്പോൾ നമ്മുടെ താഴെയാണ് കുറിഞ്ഞിപ്പൂ ഉള്ളത്. അപ്പോൾ ഇവർ കാട് വെട്ടി നമ്മുടെ കുറിഞ്ഞിപ്പൂ മുഴുവനും കളഞ്ഞു ഗൈസ്. നമ്മുടെ കുറിഞ്ഞിപ്പൂ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ കുറിഞ്ഞിപ്പൂ തന്നെ കാട്ടുകുറിഞ്ഞിയാണ് കേട്ടോ. കാട്ടുകുറിഞ്ഞില്ലേ? ഓക്കെ, വാ ഗൈസ് നമുക്ക് മോസ്റ്റായിട്ട് പറിക്കാൻ പോകാം. ഗൈസ് ഇപ്പോൾ നമ്മളിത് മോസ്റ്റായിട്ട് താഴേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, ഈ സൈഡിൽ ഇവിടെ ഫുള്ള് നിറച്ചും കുറിഞ്ഞിപ്പൂ വരുന്നു. പക്ഷേ മോസ്റ്റായിട്ട് നമ്മുടെ കുറിഞ്ഞായിരുന്നു. അത് നിറച്ചും ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കൊന്ന് കൈയെത്താൻ ദൂരത്തിൽ നിറച്ച് ഫ്ലവേഴ്സ് ആയിരുന്നു. ഇത് ഫുള്ള് അത് വെട്ടിച്ചതുകൊണ്ട് ഭയങ്കര അവസ്ഥയാണ്. അതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ വയസ്സിൽ കുറിഞ്ഞിപ്പൂ. ഇതുണ്ട് നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ കുറിഞ്ഞിപ്പൂ. ബാക്കിയുള്ള എല്ലായിടത്തും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. കാര്യം ഇവിടെ ഭയങ്കര കാടാണ് കേട്ടോ. ഇത് മോശം അവസ്ഥയാണ്. മോശമായിട്ട് കുറച്ച് കഴിച്ചു. ഇതിൻ്റെ കളർ ഇതിൻ്റെ രസമൊന്നും വേറെ അല്ല. കുറിഞ്ഞിപ്പൂ ഇല്ലാതെ ഒരു അറ്റപ്പൂക്കളേ ഇല്ല. കാരണം നമ്മളെല്ലാ കുറിഞ്ഞിപ്പും മോശമാണ്. എല്ലാ ഓണത്തിന് സത്യം കുറിഞ്ഞി ഇല്ലാതിരിക്കില്ല അല്ലേ. കുറിഞ്ഞിപ്പൂ മോശമായിട്ട് ഇടുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് അവസ്ഥയാവുകയും ചെയ്യും. ഉണ്ടല്ലേ ഗൈസ്, നല്ല മോസ്റ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടല്ലേ ഗൈസ്, നമ്മുടെ ഈ മാവിനൊക്കെ മാമ്പഴം പറിക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി. നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമുക്കിനി മോസ്റ്റായിട്ട് ഇതാ പൂക്കൾ പറിക്കാനായിട്ട് ഇതാ നമ്മളിനി പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഗൈസിനെ കാണുന്നില്ലേ, ഫ്ലവേഴ്സ് ഇതാ ഇങ്ങനെ പറിക്കുവാണ്. ഒരെണ്ണത്തിന് തല മാത്രമാണ് പറിച്ചുള്ളൂ. ഇത് കണ്ടില്ലേ ഗൈസ്, നമുക്ക് മോസ്റ്റായിട്ട് ഇതാ എല്ലാ ഫ്ലവേഴ്സും പറിച്ച് നമ്മുടെ കൊട്ടയിലേക്കിട്ട്. ഇത് കുറേ വേണം കേട്ടോ. കുറിഞ്ഞിപ്പൂ കുറേ ഉണ്ടെങ്കിലാണ് രസമുള്ളൂ. കുറച്ചായിട്ട് രസമില്ല. അതുപോലെ തന്നെ ഇത് ഇന്നലെ അരിഞ്ഞിട്ട് എനിക്ക് പണി കിട്ടിയാണ്. അരിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ആകെ മാറിപ്പോയി. ഭയങ്കര അവസ്ഥ. അറിയാൻ പറ്റില്ല അല്ലേ, അറിയാൻ പറ്റില്ല. ഡയറക്റ്റ് തന്നെ ഉണ്ടാവുന്നത്. പിന്നെ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ കുറിഞ്ഞിപ്പൂവിൻ്റെ മൊട്ടാണ് ഗൈസ്. ഇത് പൂവ് മൊട്ടാണ് കേട്ടോ ഇത്. അപ്പം ഈ പൂമൊട്ട് ഒരു മോസ്റ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പൂമൊട്ട് കൊണ്ട് നമ്മൾ ഞൊട്ട പൊട്ടിയും ഗൈസ്. ഇത് കണ്ടോ കേട്ടോ. കേട്ടോ ഗൈസ്, നിങ്ങൾ ഒച്ച നമ്മുടെ നെറ്റിയിൽ പണ്ട് നമ്മൾ വെള്ളം കോരാൻ വേണ്ടി വരുമ്പോൾ മോസ്റ്റായിട്ട് അമ്മ ഇങ്ങനെ എടുത്തിട്ട് നെറ്റിയിലാക്കിയിട്ട് പൊട്ടിക്കുമായിരുന്നു കേട്ടോ. അയ്യോ, അതൊക്കെ ഒരു മോസ്റ്റ് മെമ്മറിയാണ് ഗൈസ്. അതുപോലെ തന്നെ
അതെ അതെ, അന്നത്തെ തന്നെ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. സത്യം ഒരു വലിയ മാറ്റമല്ല, മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തൊക്കെയോ മാറ്റം മോസ്റ്റ് ആയിട്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് നല്ല കൊതുകും ഉണ്ട്, കൊതുകടിയും ഉണ്ട്, നമുക്ക് പറിക്കാം. അപ്പോഴാണ് വനദേവതയായത്. വനദേവത പൂക്കളുടെ റാണി. ഞാൻ അതെന്താന്ന് നമുക്കും അറിയില്ല അല്ലേ പൊങ്ക? അറിയില്ല, ആർക്കും അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊലയായിട്ട് ഫുള്ള് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഫ്ലവർ ആണ് പ്രത്യേക ഇതാണ് കേട്ടോ. കാരണം കാണുമ്പോൾ തന്നെ നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അയ്യോ ഗൈസ്, അപ്പം പൂക്കള് കട്ടുപറിച്ച കഥകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അയ്യോ മോസ്റ്റാണ് ഗൈസ്, ഒന്നുമില്ല പറയാം. അപ്പം ഇവിടെ മോസ്റ്റായിട്ട് എന്നും എല്ലാവരും അത്തമൊക്കെ ഇട്ടില്ലേ, പൂക്കളൊക്കെ മോസ്റ്റായിട്ട് ഉണ്ടോ അവിടെ? എല്ലാം പറയാൻ മറക്കരുത്. വാങ്ങുവല്ല, ഇവിടെ നമ്മുടെ തൊടിയിലെ പൂക്കളെല്ലാം പറിച്ചിടാണ്. നമ്മൾ എപ്പോഴും തന്നെ മാറ്റി നമ്മുടെ വീട്ടിലെ പൂക്കളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മോസ്റ്റായിട്ട് പറിക്കുന്നത്. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് കഴിച്ചത്. ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമായിരിക്കും പൂക്കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം ആർക്കായാലും അത് വാങ്ങാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നും കേട്ടോ. ശരിയാ, ആ ഒരു ഇതിന് വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ മോശമായിട്ട് പൂക്കള് വാങ്ങുന്നത്. അതൊന്നും പറയുന്നത് പിന്നെ ഈ പൂക്കള് സത്യം ഈ ഓണക്കാലത്ത് മാത്രം എല്ലാവർക്കും പൂക്കള് വേണ്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പൂക്കളൊന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ പിന്നെ എന്നെ പോലെയുള്ള ആരും വേണം, പ്രകൃതി ദേവത വേണം. അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് മോശം ഡിസൈൻ ചെയ്തല്ലേ ഓർത്തേക്കുന്നത്. പൂക്കളം നല്ല മോശം ഡിസൈൻ ചെയ്യാൻ ഓർത്തേക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ മോശമാവും, തിരുവോണത്തിനാണ്. കാരണം തിരുവോണത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല. അന്ന് ഒരിക്കലും ടൈം ഉണ്ടാവില്ല, ഒരുങ്ങാൻ സമയം ഉണ്ടാവില്ല, പൂക്കളിടാൻ സമയം, അതിൻ്റെ ഇടയ്ക്ക് സദ്യ ഉണ്ടാക്കണം, അതാക്കണം. അന്നത്തെ ദിവസം ഉത്രാടത്തിന് നമ്മൾ ഉറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ്. അത് എല്ലാം ഉറങ്ങാറില്ല, അത് വേറെ കാര്യം. ഉറങ്ങാറില്ല, ഒരു 2 hours ഒക്കെ ഉറങ്ങിയാലായിട്ടോ. അപ്പോൾ നോക്ക് ഗൈസ്, നമുക്ക് മോസ്റ്റായിട്ട് ഇത്രയും ഫ്ലവേഴ്സാണ് നമ്മളിവിടെ പറിച്ചേക്കുന്നത് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്ലവേഴ്സ് മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ. ഇന്നിപ്പം അയ്യോ മറദേവത ഇങ്ങനെ ഓറ കളയുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പങ്ങാമി. അയ്യോ അങ്ങോട്ട് പോകണ്ട. അയ്യോ വനദേവതേ, കളയല്ലേ. നമ്മള് വരുമ്പോ നമ്മളിങ്ങനെ വീഴുന്നേ. അപ്പോഴൊരു കാപ്പി ഉണ്ട് കേട്ടോ, മോശം കാപ്പിയിലാടാ ഇപ്പൊ ഇവിടുന്നായിരുന്നു കേട്ടോ. കൈയോടെ പ്രാക്ടീസ് ചെയ്ത് അപ്പളേ പറയുമായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ നിക്കണ്ടത്. ലാസ്റ്റ് ആനമരത്തിൽ കയറി തൂങ്ങി. ഇവിടെയൊക്കെ എന്താ അറിയോ പ്രശ്നം, ഇവിടെ ഇന്ന് ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ ഗൈസ്, നിങ്ങൾ ക്ഷമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ റിംഗ് ഫിൽ ലൈറ്റ് ഇങ്ങോട്ട് അയക്കുക, ഞങ്ങൾ അതുകൊണ്ട് കാട്ടില് ഫോണിൽ ഫിറ്റ് ചെയ്യുന്ന റിംഗ് ഫിൽ ലൈറ്റ്. അതെ, മരം കയറാൻ പോകണോ? പറിച്ചില്ലേ? എന്റെ കൈ ഉണ്ട് കേട്ടോ പങ്ക നിന്റെ ക്യാമറയില്. അതെ. ഓ ഈ പ്രാവശ്യം നമ്മുടെ ആർക്കാ മറ്റേ അവരുടെ പേരെന്താ, മരപ്പട്ടികൾക്ക് അവരുടെ സ്വന്തം വീടല്ലേ ഇത്? സത്യം പനയാണ് പനവീടാട്ടോ. അതെ അത് തന്നെ. നമ്മുടെ മോശമായിട്ടുള്ള ഗന്ധർവൻ ഈ പനയിലാണ് താമസിച്ചിരിക്കുന്നത്. യക്ഷയല്ല, ഗന്ധർവനാ. ഓക്കെ, അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിരിക്കും ഇവിടെ മോസ്റ്റ് ആയിട്ട് സാധനം നിങ്ങൾ കാണിച്ചു തരാം. നോക്കിക്കേ അതെന്താന്ന്. വാവ്, നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? അത് പറിക്കാല്ലേ ഗൈസ്? അപ്പൊ നോക്ക്, പറിക്കണോ അത്? അല്ലെ നമുക്കത് വ്ളോഗായിട്ട് എടുക്കാം. നെക്സ്റ്റ് വ്ളോഗായിട്ട് അതിന്റെ അടുത്ത് അല്ല ഫോട്ടോ എടുത്ത് വെച്ചാൽ ചിലപ്പോ കാണില്ല. കൊറേ നാരങ്ങ ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. ഈ നാരകത്തിലെ ഗണപതി നാരങ്ങ എന്റെ മേത്താണോ ചീവിടിരിക്കുന്നേ? അല്ല, ഭയങ്കര ഈ ഗണപതി നാരങ്ങയിലെ നാരങ്ങ ഭയങ്കര സൈസായിരുന്നു, നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല. സത്യം അടിമരം താങ്ങിപ്പോവായിരുന്നു കേട്ടോ അതിന്റെ വെയിറ്റ് കാരണം. 2 ദിവസം കണ്ടു, പഴുത്ത പിറ്റേ ദിവസം ഇല്ല. അതെങ്ങോട്ടാ പോയത്? അത് കൊണ്ടുപോയി അത് സമയത്ത് തന്നെ അത് കൊണ്ടുപോയി. നമ്മളെക്കാട്ടും നോട്ടെ നമ്മുടെ വീട്ടിലെ ഓരോ സാധനങ്ങൾ മറ്റുള്ളവർക്ക്. സത്യം. അപ്പം ഇത് കണ്ടില്ലേ ഗൈസ്, മോസ്റ്റായിട്ട് പഴുത്ത് നിൽക്കുന്ന ഗണപതി നാരങ്ങയാണ്.
അപ്പൊ ഇത് മുറിച്ച് കഴിക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രസമല്ലേ കഴിക്കാൻ? നല്ല മോസ്റ്റ് മധുരമാണ്, നല്ല അടിപൊളിയാണ്. എന്തോ ഒരു രസമാണ് കഴിക്കാൻ. നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഒക്കെ കഴിക്കുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ എന്താ പറയാ, അത് അച്ചാറിടുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് ഗണപതി അമ്പലത്തില് ഗണപതിക്ക് വഴിപാടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അമ്പലത്തിൽ പോകുമ്പോ ഗണപതിന്റെ അടുത്ത് റോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്? അപ്പം എന്താ പറയാ, നമ്മളതിന്റെ വീഡിയോ മോസ്റ്റിൽ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അതിന്റെ മുമ്പ് കൊണ്ടുപോകും പറ്റി കൊണ്ടുപോകണ്ടവര് അതറിയത്തില്ല ഗൈസ്. നോക്ക് മീശുട്ടി വരുന്നത്. മീശുട്ടി അയ്യോ മീശ ഇന്ന് എന്റെ അടുത്ത് രാവിലെ വന്നിട്ട് ഗൈസ് ഞാൻ ഞെട്ടിപ്പോയി. മീശുട്ടി അവള് പ്രഗ്നന്റ് ആയത് തന്നെ. സാധാരണ പ്രഗ്നന്റ് സമയത്ത് എല്ലാവർക്കും ദേഷ്യം, മീശയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ഭയങ്കര സ്നേഹമാണ്. മിയോ ഒക്കെ നമ്മളോട് കലിപ്പ് കാരണം ഉണ്ടല്ലോ നമ്മളെ നമ്മളെ മാന്തം കടിക്കൂല, ദേഷ്യപ്പെടും. എന്നിട്ട് ഓടും. ഷൂ ഇങ്ങനെ പങ്ക നിന്റെ ഇല്ല, എന്റെ പുതിയതാ. അത് നോക്ക്, ആ ചെമ്പരത്തി അത് റോസല്ലേ? മോസ്റ്റ് ആണ് കഴിച്ചത്. എന്താ പറയാ, ഭയങ്കര ഹൈലൈറ്റ് ആണ് കഴിച്ചത് ഈ റോസ് ചെമ്പരത്തി. ഇന്നലെ ഞാൻ എന്തോരം തപ്പിന്ന് അറിയോ, എനിക്ക് 2 ആകെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ റെഡ് മോസ്റ്റ് ഭയങ്കര കളറാണ് കഴിച്ചത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ശരിയാ. പാക ഇതെല്ലാം പറിച്ചു പങ്ക, പാക ഇതെല്ലാം പറിച്ചു പങ്ക. കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് മോസ്റ്റ് ആയിട്ട് നമ്മൾ പറിക്കുന്നത് ഒരു ലൈറ്റ് റോസ് കളറില്ലേ, എവിടെ കൊട്ട നല്ലൊരു കളറാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഫ്ലവർ മോസ്റ്റ് ആയിട്ട് ഇവിടെ എന്താ പറയാ. ആ പൂക്കളൊക്കെ ഇട്ട് വരുമ്പോ നാളെ ആവും, അത് വേറെ കാര്യം. അത് നോക്കരുത്, എങ്ങനെ ഇടുന്നത് മാത്രം നോക്കിയാൽ മതി, സമയമൊന്നുമില്ല നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് റെഡ് ഇല്ല അല്ലേ, ഇതിന്റെ റെഡ് കളർ ഇല്ല ഗൈസ്. അപ്പൊ നമുക്ക് നമ്മൾ മോസ്റ്റ് ആയിട്ട് കുറിഞ്ഞിപ്പൂ, അതുപോലെ നമ്മുടെ റോസ് ലൈറ്റ് റോസ് കളറ് ചെമ്പരത്തി നമ്മളിവിടെ അടിപൊളിയായിട്ട് പറിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഒരു ചീരിയുടെ അതിന്റെ ഡ്രസ്സ് മാറിയ ഡ്രസ്സാണ് കേട്ടോ ഈ കാണുന്നത്. അതല്ലേ ഡ്രസ് ഇതാണ് നമ്മുടെ ചീവീരിന്റെ ഡ്രസ്. കണ്ടോ? എനിക്കെടുത്ത് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇട്ടു ഗൈസ്. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ പേടിയാണ്. ഓക്കെ ഗൈസ്, ഈ കൊട്ട കുറച്ച് പോകണം, അപ്പൊ നല്ല രസമായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മളെ ഫ്ലവേഴ്സ് ഒക്കെ ഈ ഗൈസ് ഇവിടെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ ഈ കളർ വന്നപ്പോഴത്തേക്കും. മോസ്റ്റ് കളർഫുൾ ആയിട്ടുണ്ട്. നമുക്ക് കിട്ടാത്ത ഒരു കളർ കുറച്ച് ഡാർക്ക് ബീറ്റ്റൂട്ട് കളർ ചെടി, അത് ഇവിടെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഓണത്തിന്റെ സമയമാകുമ്പോഴത്തേക്കും എല്ലാം അപ്രതീക്ഷയാവും, കാരണം അതൊക്കെ വേണമല്ലോ. അതെ, അതുപോലെ ഇല്ലാതെയായി. അത് ഇല്ലാതെ കഴിച്ചത് അത് കാട് പോലെ ആയിരുന്നല്ലോ. സത്യം 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 മോസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് പച്ച പറിക്കേണ്ടത്, നമുക്ക് ഇലയാണ് പറിക്കേണ്ടത്. പച്ചയും കൂടി വന്നാലാണ് അത് ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ. പച്ച, വെള്ള, റെഡ്, മഞ്ഞ, ഇതാണ് മെയിൻ ആയിട്ടുള്ളത് കഴിച്ചത്. അപ്പൊ അത്രയും ഫ്ലവേഴ്സ് ഉണ്ടായി. പിന്നെ പൂക്കളം സെറ്റായി, കളറായി അല്ലേ? കളറാകും. മോസ്റ്റ് ആയിട്ട് നമുക്ക് പച്ച പറിക്കാൻ പോവാം. നമുക്ക് ഈ ഒരു ചെടിയെ പറ്റിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ബീട്രൂട്ട് ഹൈലൈറ്റർ ആണ്. മോസ്റ്റ് ഹൈലൈറ്റർ ആണ്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ തിരുവോണത്തിന് നമ്മൾ എന്ത് ചെയ്യൂടാ, തിരുവോണത്തിന് എന്ത് ചെയ്യണ്ടാവും ഒരു ഐഡിയ അല്ല ഗൈസ്, കാരണം ഇത് വളരെ കുറവാണ്. അപ്പം തിരുവോണത്തിന് ഈ ഫ്ലവർ, ഈ സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതി. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഇത് കുറച്ചധികം ഉണ്ടെങ്കിൽ തന്നെ മോസ്റ്റ് ആയിട്ട് ഇതും വൈറ്റും കുറച്ച് ലൈറ്റും ഡാർക്കും കളർ ഉണ്ടെങ്കിൽ സെറ്റായി. മോസ്റ്റ് ആവും ഗൈസ്. ഇത് വളരെ കുറവാണ്. ഇവിടെയൊക്കെ കാട് പോലെ ആയിരുന്നു. വിടയില് കയറി നമ്മുടെ വീട്ടിലെത്തും. പക്ഷെ വിടയിലേക്ക് ഫ്ലവേഴ്സും ഇല്ല. അതതിൽ അപ്പുറം മോസ്റ്റ് ആയിട്ട് ഫ്ലവേഴ്സ് ഒന്നുമില്ല. എന്താ നമുക്ക് വിടയിലിന്റെ ഇല പറിക്കണം കഴിച്ചിട്ടുണ്ടല്ലേ.
വിടേലിയ എന്തോ ഒരു പച്ചപ്പശു ആണോ അത്? അതാ ചാടിപ്പോവുകയും ചെയ്തു. അപ്പോൾ വിടേലിയൻ്റെ ഇല നല്ല മോസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പം നമ്മളധികം വിടേലിയൻ്റെ ഇലയാണ് പച്ച കളറിനായിട്ട് ഇടാറുണ്ട്. അതെ, അതുപോലെ ഈ ലൈറ്റ് കളർ ഇട്ടിട്ട് അതിന് ചുറ്റും കുറച്ച് ഡാർക്ക് കളർ ഇട്ടാ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും. നല്ല രസമായിരിക്കും. അത് അമ്മച്ചി പറയും മറ്റേ നമ്മുടെ ചീമക്കൊന്നേൻ്റെ ഇല മോസ്റ്റാണ് കേട്ടോ. ചീമക്കൊന്ന പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ അബോ അവിടെ ഇപ്പൊ സ്മെല്ല് ഉണ്ടല്ലോ ചീമക്കൊന്നയ്ക്ക് ഓൾറെഡി. എനിക്ക് ആ സ്മെൽ ഇഷ്ടമില്ല. അത് തന്നെ. അത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിനി മോസ്റ്റ് നമ്മുടെ ഗ്രീൻ പറിച്ചിട്ട് വെക്കാം. ഇത് ഗൈസ്, അപ്പം കുറച്ച് പച്ച ഇല പറിച്ചിട്ടുണ്ട്. കൂടെ എനിക്കൊരു വിറ്റേറിയം കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഇത്രയും വെയിലത്ത് എന്നിട്ട് നമുക്ക് പൂക്കൾ ഒക്കെ വെച്ചത് വാടിയത് മോസ്റ്റായിട്ട് അത് മാറിപ്പോയി. കാരണം അത്രയ്ക്ക് വെയിലാണ് കേട്ടോ. പക്ഷെ നമ്മുടെ താഴെ ആ മരങ്ങളുള്ള കാരണമായിരിക്കും അല്ലേ? നമ്മൾ നേരത്തെ കുറിഞ്ഞി പറിക്കാൻ പോയി അവിടെ അങ്ങനെ വെയിലില്ലല്ലോ. നോക്ക് ഇങ്ങോട്ട് നിന്നിട്ട് നല്ല മോശങ്ങളുണ്ട് ഗൈസ്. ഇവിടെ ഒരു കിളിക്കോട് ഉണ്ടായിരുന്നല്ലോ മോശമായിട്ട്. കിളി കുഞ്ഞായിട്ട് ഇത് പറന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിളിക്കോടാണ് ഗൈസ്. നല്ല അടിപൊളി മോസ്റ്റായിട്ടുണ്ട്. നല്ല വള്ളിക്കുടി പോലെ ഉണ്ട്. അതെ, ഏറ്റവും ദേഷ്യം അതായിരിക്കും. ഡ്രസ്സും മുടിയും റെഡി ആയില്ലെങ്കിൽ ഏറ്റവും ദേഷ്യമുണ്ട് ഗൈസ് അതാണ്. പിന്നെ തല തന്നെ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റായിട്ട് നമുക്ക് ഈ ഇലകളും അതിന് ആ പൂവും അതുപോലെ ഈ പച്ചയൊക്കെ നമുക്കിനി അരിയണം കഴിക്കാം. അരിഞ്ഞിട്ട് ഇടുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയാണല്ലോ, ഭംഗിയായിരിക്കും. പക്ഷെ ഈ ഫ്ലവേഴ്സ് ഒന്നും അരിഞ്ഞിട്ടിടുന്നത് അത്ര പോവില്ല, പൂവാർത്ത് കഴിഞ്ഞു. അത് അറിയാനും പറ്റില്ല, ഒന്നും നേരെ വെക്കുക. അതാണ് മോശം. അതാണ് തന്നെ ആ ഫ്ലവർ വളരെയധികം കുറവാണ് കഴിച്ചത്. ഓക്കെ, അപ്പം നമുക്കിനി അരിയാൻ വേണ്ടിയിട്ട് അങ്ങ് തുടങ്ങാം അല്ലേ? ഇത് അതുപോലെ തന്നെ ഇത്ര രണ്ട് ഇലകളും അതുപോലെ ഈ ഫ്ലവർ നമുക്ക് മോസ്റ്റായിട്ട് അരിഞ്ഞിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പൂത്തറ നല്ല കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ പൂ ഇടാൻ വേണ്ടിയിട്ട്. മോസ്റ്റായിട്ട് കഴിച്ചത് നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ. നല്ല മോസ്റ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് കഴിഞ്ഞ വർഷത്തെ ചിത്ര ഡേ എന്ന് പറഞ്ഞിട്ട്, ചിത്ര ഡേ പൂക്കളിടൽ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതാണ് എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മോസ്റ്റായിട്ടുണ്ട് ഗൈസ്. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ അനിഴത്തിലേക്ക് മോസ്റ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പം എന്താ പറയുക, തിരുവോണത്തിന് മോസ്റ്റായിട്ട് വ്ളോഗ് എടുക്കണം എന്ന് എനിക്കുണ്ട്. മോസ്റ്റായിട്ട് വ്ളോഗ് എടുക്കണം എന്ന് എനിക്കുണ്ട്. കാരണം അന്നത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് മോസ്റ്റായിട്ട് എടുക്കണം എന്നുണ്ട്. പക്ഷേ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഒരു ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര അവസ്ഥയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഞാനും വളരെ മോസ്റ്റായിട്ട് എന്താ പറയുക ഷെയർ ചെയ്താണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക തിരുവോണത്തിന് വ്ളോഗ് പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോസ്റ്റായിട്ട് എന്താ പറയുക അനിഴത്തിന് മോസ്റ്റായിട്ട് വ്ളോഗ് എടുക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് അറിയാം ഗായ്സ്. അപ്പോൾ നോക്ക്, നമ്മളിത് ഈ ഇല, ഈ നല്ല മോസ്റ്റായിട്ടുള്ള ഈ ഇലയും അതുപോലെ തന്നെ നമ്മുടെ വിടേലിയൻ്റെ ഇലയും ഇവിടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മോസ്റ്റായിട്ട് ഈ പൂവും അതുപോലെ തന്നെ ഈ ഫ്ലവറും നമുക്ക് മോസ്റ്റായിട്ട് അരിയണം ഗൈസ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് അരിയാം കേട്ടോ ഗൈസ്. അപ്പോൾ നോക്ക്, നമ്മുടെ പൊങ്ങല്യത്തിൻ്റെ ഫ്ലവർ ഇത് അരിഞ്ഞാൽ നല്ല അടിപൊളി മോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അരിയുന്നത്. ഇത് കണ്ടില്ലേ, അരിഞ്ഞ് അതിൻ്റെ നമ്മുടെ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ അവസ്ഥ മോസ്റ്റായിരുന്നു. അപ്പോൾ ഈ അരിയൽ കുറച്ച് മോസ്റ്റാണ് ഗൈസ്. കാരണം അരിയുന്നത് നല്ല സാറ്റിസ്ഫൈ ആയിട്ടുള്ള കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയൽ. നല്ല കത്തിയാണ്, അതൊരു വിഷയം. ഇപ്പോൾ അരിയുന്നതിനിടയ്ക്ക് നഖവും കൂടി വെട്ടിപ്പോയി പിന്നെ ഈ പണിക്ക് ഞാൻ നിൽക്കില്ല. കാരണം അത് മോസ്റ്റായിട്ടുള്ള കാര്യമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് അരിയാം കേട്ടോ ഗായ്സ്. അപ്പോൾ നോക്ക്, നമ്മൾ മോസ്റ്റായിട്ട് രണ്ട് ഇല അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവർ ഇതവിടെ അരിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫ്ലവർ മോസ്റ്റായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമല്ല ഗായ്സ്, നമ്മൾ മോസ്റ്റായിട്ട് നമ്മുടെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. മോസ്റ്റ് നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പോവാണ് ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക, അതിനെ നടുക്ക് വെക്കാനൊരു ഫ്ലവർ വേണം, കുറച്ച് മോസ്റ്റായിട്ടുള്ള ഫ്ലവർ. നമ്മുടെ റോസ് ഫ്ലവറൊക്കെ ആണെങ്കിലും മോസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ റോസപ്പൂ ഒന്നും ഇവിടെ ഇല്ല ഗൈസ്. എല്ലാത്തിനും നമ്മുടെ സത്യം പറഞ്ഞാൽ ഇവിടെ റോസപ്പൂ ഒക്കെ വംശനാശം വന്ന പോലെയാണ്. കാരണം നമ്മുടെ ഇവിടെ വീട്ടിൽ കുറേ ഫ്ലവേഴ്സ്, പനീർ റോസൊക്കെ മോസ്റ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല, കാരണം ഒന്നും പിടിക്കുന്നില്ല. എന്താണെന്ന് അങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ നോക്കിയിട്ട് ഇവിടുന്ന് എവിടെയാലും പറിച്ചിട്ട് നമുക്ക് അതിൻ്റെ നടുവിൽ വെക്കണം ഗൈസ്. കിളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരി
കോതിയ കാറ്റിൻ മടിയിൽ മധുവായി മാറിയതാരും അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാര് നിനവുകളെഴുതിയതാര് അവളെ തരളിതയാക്കിയതാര്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ സെൻട്രലിൽ വെക്കാൻ നമ്മുടെ വിഡേലിയ ഫ്ലവർ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ നോക്കിയത് അത്യാവശ്യം കുറച്ച് ഗൈസ് എൻ്റെ കയ്യിൽ കറ മറ്റേ നമ്മൾ പൂക്കൾ അരിഞ്ഞിട്ട് ആ ഇലേൻ്റെയും പൂവിൻ്റെയൊക്കെ കറയാണ് കേട്ടോ ഫുൾ കയ്യിൽ. അപ്പോൾ ഗൈസ് നോക്കി നമ്മൾ മോസ്റ്റ് നമ്മുടെ വിഡേലിയ ഫ്ലവർ തന്നെ സെൻട്രലിൽ വെക്കാൻ ഓർത്തു കേട്ടോ. വളരെയധികം കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്ലവേഴ്സ്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് വളരെ ഐശ്വര്യമായിട്ട് ഈ ഫ്ലവർ നമ്മുടെ പൂത്തറേൻ്റെ ഫ്രണ്ടിൽ വെക്കാം. ഹലോ ഗൈസ് നോക്കാം, എൻ്റെ മോസ്റ്റായിട്ട് എൻ്റെ ഹെയറിലൊരു ഇതുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഡ്രസ്സും പൊക്കി പിടിച്ച് ഈ കാട്ടിൽ കൂടി നടക്കുന്നത് വലിയ അവസ്ഥയാണ് കേട്ടോ. മോസ്റ്റാണ്. അപ്പോൾ ഗൈസ് നോക്കുക നമ്മുടെ പൊക്കിമോനും നമ്മുടെ ചക്കരയും പഞ്ചാരയും എല്ലാവരും മോസ്റ്റായിട്ട് വന്ന് കളിക്കുന്നുണ്ട്. അവിടെ കളിക്കൽ ഏരിയ ആണ് കേട്ടോ അത്. അവിടെ എപ്പോഴും അവിടെ പോയിട്ട് മോസ്റ്റായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫ്ലവർ കൊണ്ടുപോയിട്ട് മോസ്റ്റായിട്ട് നമ്മുടെ പൂക്കളത്തിൽ വെക്കാം. അപ്പോൾ നോക്ക് നമ്മുടെ മോസ്റ്റ് നമ്മുടെ വിഡേലിയ ഫ്ലവർ നമ്മുടെ അനിഴം പൂക്കളം, അതായത് എൻ്റെ പൂക്കളത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതാ നല്ല മോസ്റ്റായിട്ട് ഇതാ നമ്മുടെ വിഡേലിയ ഫ്ലവർ തന്നെ ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. ശരിയായി പൂവിൻ്റെ കറിയാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഫ്ലവർ ഏതായിട്ട് വെക്കുക? നമ്മുടെ യെല്ലോയ്ക്ക് ചേർന്ന് ഏതെങ്കിലും മോസ്റ്റ് ആയിട്ടുള്ളൊരു കളർ നമ്മൾ വെക്കണം. കുറച്ച് ഡാർക്ക് നമുക്ക് വട്ടത്തിൽ ഇതെന്തെങ്കിലും ഡിസൈൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മോസ്റ്റ് ആയിട്ടൊന്ന് ചെയ്യണം ഗൈസ്. നമുക്കിത് ഇടാലേ മാറ്റി അതോ ഇത് വെക്കണോ? രസം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് മോസ്റ്റ് ആയിട്ട് ചുറ്റും വയ്ക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നോക്കി ഇപ്പം എന്താ പറയുക, മഴ പെയ്തിട്ടുണ്ടെങ്കിലും തറ നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബിഗ് അവസ്ഥയാണ്. നനച്ച് പറഞ്ഞ പക്ഷെ എന്നാലും നല്ല കട്ടിക്കാണ് കേട്ടോ തറ ഇരിക്കുന്നത്. കട്ടിക്ക് തറ നമുക്ക് പൂക്കളൊന്നും ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നമുക്ക് മോസ്റ്റായിട്ടത് ചുറ്റും ഒന്ന് നമ്മുടെ പൂവൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം യെല്ലോവിൻ്റെ ഔട്ട്ലൈൻ നമ്മുടെ ഈ ഡാർക്ക് കളർ വരുമ്പം നല്ല ഹൈലൈറ്റ് നമ്മളെ എടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. അതുപോലെ തറേനെ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. കാരണം തറ കല്ല് പോലെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ നെക്സ്റ്റ് നമ്മുടെ ഓറഞ്ച് ഫ്ലവർ ഇടാൻ വേണ്ടി പോകണം. അപ്പോൾ കുറച്ച് ഡിസൈനായിട്ട് ചെയ്യാനാണ് കേട്ടോ ഗൈസ് ഓർക്കുന്നത്. അപ്പോൾ മോസ്റ്റ് നമുക്ക് ഇടാലോ മാറ്റി. യെസ്. ഓ ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മളൊരു നല്ല അടിപൊളി ഡിസൈനിൽ നമ്മൾ ഓറഞ്ച് കളർ ഇവിടെ ഇട്ടിട്ടുണ്ട്. കൊന്ന് ഞാൻ പറഞ്ഞ് കുറച്ച് വെറൈറ്റി ഡിസൈൻ ആക്കിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇവൻ്റെ ഒരു കാര്യം ചക്കരയാണോ? മോസ്റ്റായിട്ട് അതിലെ പഴം പോലെ ഇങ്ങനെ നടപ്പുണ്ടോ ചക്കര കളിച്ചോടെ. എൻ്റെ അമ്മോ നടക്കല്ലേ പോയി കളിച്ചു. അറിഞ്ഞുകൊണ്ടൊന്നും കളയൊന്നുമില്ല. ഇല്ല കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൽ മിസ്റ്റേക്ക് പറ്റിയാലായി അത്ര മാത്രം. അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് യെല്ലോ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് പോകുന്നത്. മെയിനായിട്ട് നമ്മുടെ പൂക്കളത്തിൽ വരുന്ന ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള കളർ നമ്മൾ യെല്ലോ ഓറഞ്ച്. കാരണം യെല്ലോ ഓറഞ്ച് എന്ന് പറയുന്നത് മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. വൈറ്റ് ഇല്ല, റെഡ് ഇല്ല, വയലറ്റ് ഇല്ല, ഒന്നും അധികം ഇല്ല കേട്ടോ. ഡാർക്ക് റോസ് ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ പൂക്കളം കത്തേനെ അത്ര പറഞ്ഞാൽ മതി. അമ്മേ ഓക്കെ. അപ്പോഴേ നമ്മൾ മഞ്ഞ എടുത്തിട്ടുണ്ട്. തെമ്മാടി ഇന്നലെ എനിക്കൊരു സ്വൈരം കാണിച്ചില്ല കേട്ടോ. എന്റെ പുറകെ ആയിരുന്നു വന്ന് കുത്തിയാണ് നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ മോസ്റ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളിവിടെ യെല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോ ജസ്റ്റ് നമുക്ക് ഔട്ട്ലൈൻ പോലെ ചെയ്യാനാണ് കേട്ടോ പ്ലാൻ. അപ്പം ഇവിടുന്നല്ലേ ഇവിടുന്ന് നമ്മളൊരു ഇങ്ങനെ ലൈക്ക് അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. എന്താവുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ മോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത ലൈറ്റ് റോസ് കളറുള്ള ചെമ്പരത്തി ഉണ്ടായിരുന്നു പറഞ്ഞത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഗൈസ് നമ്മൾ ചുറ്റും യെല്ലോ കളറ് ഔട്ട്ലൈൻ പോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിൽ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറ് ഈ ഒരു ഫ്ലവർ എടുത്തേക്കാണ് കേട്ടോ. ഇവിടെ ഫിൽ ചെയ്തിട്ടുണ്ട്. കയറി നടപ്പാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്കിനി മോസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഫിൽ ചെയ്യാം.
ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തലയിൽ ഇട്ട് കയറാട്ടോ. ഭയങ്കര മോസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ. നമ്മുടെ പൂക്കൾ ഇടാൻ കുറേ സമയം വേണമെങ്കിൽ തിരുവോണത്തിനൊന്ന് രാവിലെ രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ സത്യം. കാരണം നമ്മളിവിടെ ഒരുങ്ങലും കാര്യങ്ങളൊന്നും നടക്കില്ല കഴിച്ച മോസ്റ്റ് ആയിട്ട്. അപ്പൊ നോക്ക്, നീ നമ്മളിവിടെ മോസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീണതല്ല ഞാൻ, വീണതാന്ന് മാത്രം പറയരുത്. അപ്പൊ നമ്മളിനി മോസ്റ്റായിട്ട് നമ്മുടെ യെല്ലോയ്ക്ക് ചുറ്റും ഇത് ഔട്ട്ലൈൻ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ കളറിന്റെ ചുറ്റും ഇങ്ങനെ ഔട്ട്ലൈൻ ഇടുമ്പോൾ നല്ല രസമാണ്, നല്ല മോസ്റ്റാണ് കഴിച്ചത് കാണാൻ. നല്ല പണിയാണല്ലേ, പെർഫെക്റ്റ് പണി ഇൻ ദ വേൾഡ് ആണ്. കാരണം നമ്മൾ ഓരോ ഇത് വശവും പെർഫെക്റ്റ് ആക്കി നമ്മൾ റൗണ്ട് ഇട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഓരോ ഡിസൈനിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര വിഷയമാണ് കേട്ടോ. അപ്പൊ മോസ്റ്റ് ആയിട്ട് യെസ് ഗൈസ്, അത് തന്നെ മനസ്സിൽ തോന്നിയ ദിവസം ഓരോരുത്തർ അവിടെ ഇവിടെ നോക്കിയൊക്കെ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഉള്ളിന്ന് വരുന്നതാണ് ഗൈസ്, ഉള്ളിൽ നിന്ന് വരുന്നത്. യെസ്. അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഇടാം. പിന്നെ നമ്മൾ നോക്കുക, നമ്മുടെ ഇതിന് ചുറ്റും നമ്മുടെ ഔട്ട്ലൈൻ മോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ പറയാ, ഇത് യെല്ലോ കളർ കുറച്ച് മോസ്റ്റ് ഇടാൻ വേണ്ടി പോവാണല്ലേ മാറ്റി. മോസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ഡിസൈൻ പിടിക്കാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നല്ല ഗൈസ്, നമ്മളിവിടെ റൗണ്ട് എടുക്കാനാണ് കേട്ടോ നമ്മൾ ഓർത്തുള്ളത്. റൗണ്ട് എടുക്കണോ കോൺ എടുക്കണോ? റൗണ്ട് എടുക്കാം. നമുക്ക് മോസ്റ്റ് ആയിട്ട് 4 സൈഡിൽ ഇടാനായിട്ടുണ്ട്. മോസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കിക്കേ, നമ്മുടെ പൂക്കളത്തിന്റെ ലുക്ക് നോക്ക്, അടിപൊളി പൂക്കളായിട്ടുണ്ട്. വിചാരിച്ചില്ല കേട്ടോ അത്ര മോസ്റ്റ് ആവുന്നു. ചാണന്റെ കഴിവാണ്. മോസ്റ്റായിട്ട് വാവാറ്റി ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഫുൾ പ്ലാനിങ് ആണ്. അത് കണ്ടില്ലേ കൈന്റെ അവസ്ഥ നോക്കിക്കേണ്ട ഗൈസ്. ഇതുണ്ട്, ഇതിൻ്റെ ബബിളും ഉണ്ട്. ഒന്നും പറയണ്ട. കത്തി കൊണ്ടിട്ട് ഞാൻ ഓർക്കെ ബബിള് പൊട്ടി, ഭാഗത്തിന് ബബിള് പൊട്ടില്ല. ബബിള് പൊട്ടി ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും എല്ലാവർക്കും ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നോക്ക്, നമ്മുടെ വിടേലിയൻ്റെ ഇലയാണ് കേട്ടോ അത്. അപ്പം ഇത് നമ്മളിനി മോസ്റ്റ് ആയിട്ട് ഈ ഇവിടെ ഇടവ് കാണുന്നില്ലേ, ഇതിലേക്കൂടി നമ്മൾ മോസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനാണ് നമ്മുടെ നെക്സ്റ്റത്തെ പ്ലാൻ. മോസ്റ്റ് ആയിട്ട് ഇടാം ഗൈസ്. അപ്പൊ നോക്ക്, നമ്മുടെ മാരിഗോൾഡിന്റെ ഉള്ളിലത്തെ വിത്ത് ഇല്ല, ശരിക്കും ഇതിന്റെ വിത്താണ് ഇത്. ഇതെല്ലാവരും സാധാരണ വേസ്റ്റ് ആക്കാറാണ് പതിവ്. പക്ഷെ ഇത് വേസ്റ്റ് ആക്കാനായിട്ട് പറ്റില്ല, കാരണം അത് മോസ്റ്റ് രസമാണ് ഗൈസ്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ഇതാ, നമ്മളിവിടെ ഇത്രയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ സ്പേസ് കാണുന്ന സ്ഥലത്ത് നമ്മളിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇത് എല്ലാ സ്ഥലത്തും ഇത് മോസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് തികയുമെന്ന് എനിക്കറിയത്തില്ല. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട വരും. അപ്പോൾ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇത്രയും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വീണ്ടും മോസ്റ്റ് ആയിട്ട് ഒരു ഡിസൈൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഇനി മോസ്റ്റ് ആയിട്ട് നമ്മുടെ പൊങ്ങല്യത്തിൻ്റെ ഫ്ലവർ കണ്ടില്ലേ ഗൈസ്, ഇടാൻ തന്നെ കൈൻ്റെയും പൂവിൻ്റെയും കളർ ആകെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മോസ്റ്റ് ആയിട്ട് ഇവിടെയാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് മോസ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ ഗൈസ്. അപ്പോൾ നോക്ക്, നമ്മുടെ പൂക്കളത്തിൻ്റെ ലുക്ക് നോക്ക് ഗൈസേ. അപ്പോൾ ഇനി കുറച്ചും കൂടി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ റെഡ് പൂക്കളത്തിൻ്റെ ചുറ്റും നമ്മൾ യെല്ലോ കളറ് മോസ്റ്റ് ആയിട്ട് ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോസ്റ്റ് ആയിട്ട് ഇതാ നമ്മുടെ കുറിഞ്ഞി പൂവാണ് ഗൈസേ, മോസ്റ്റ് ആയിട്ട് ഇടാനുള്ള. അപ്പോൾ ഇത് മിക്കവാറും ഔട്ട്ലൈൻ പോലെ ആരും അറിയില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഈ ഫ്ലവറും കൂടി നമുക്ക് അടിപൊളിയായിട്ട് ഇടാം ഗായ്സ്. അപ്പോൾ നോക്ക്, നമ്മുടെ പൂക്കളം ഐഡം ഡേയിലെ മോസ്റ്റ് ആയിട്ടുള്ള പൂക്കളം ദാ ഗായ്സ് ഇവിടെ മോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡിസൈനർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീ ആൻഡ് വാവാറ്റയാണ്. ഞങ്ങൾ രണ്ടും കൂടി മോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ കാരണം വെച്ചാൽ ഭംഗിയും കോളവും കഴിവും കൊണ്ട് ചെയ്ത് വെച്ച പൂക്കളമാണ് കേട്ടോ അത്. എന്ത് ഗൈസ്. അപ്പോൾ നോക്ക്, നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള പൂക്കളം എങ്ങനെയുണ്ട് ഗൈസേ. ഇന്നാണ് നമ്മൾ ഏറ്റവും ഡിസൈൻ ആയിട്ട് നല്ല മോസ്റ്റ് പൂക്കളാണ്. മോസ്റ്റ് ആയിട്ട് പോയി പറിച്ചുകൊണ്ട് തന്നെ കുറേ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ പൂക്കളം മോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇതിലും മോസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി വലുതാക്കിയിട്ടാണ് തിരുവോണത്തിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഗൈസേ. അല്ലേ വാവാറ്റി? അതിനുണ്ട് പൂക്കളം ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നുമില്ല പറയാൻ, നല്ല അടിപൊളി ഒറ്റയ്ക്ക് അടിപൊളിയായി. അതെ, നല്ല മോസ്റ്റ് ആയിട്ടുണ്ട്. ഓറ
ഇൻ ദ വേൾഡ് ആയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും അതിലും ബിഗ് മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഇന്നത്തെ പൂക്കളം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാൻ വേണ്ടി മറക്കരുത്. പിന്നെ എല്ലാ ഗൈസും പൂക്കളം ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും മോസ്റ്റ് ആയിട്ട് പൂക്കളം ഇടണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോസ്റ്റ് ആയിട്ടൊരു കാര്യം ഞാൻ ചോദിക്കുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, എൻ്റെ നാള് അനിഴം ആണ് ഗൈസ്. അപ്പം നിങ്ങളുടെ നാൾ എന്താണ് ഗൈസേ? നാള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ജനിച്ച ഡേറ്റിലുണ്ടാവും നക്ഷത്രം. ലൈക്ക് എന്താ പറയുക അശ്വതി ഭരണി കാർത്തിക രോഹിണി. അപ്പം നമ്മൾ ജനിച്ച ഇയറിൽ നമ്മുടെ മന്തിൽ നമ്മുടെ ഡേറ്റിൽ വരുന്ന നാളാണ് നമ്മുടെ നക്ഷത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മോസ്റ്റ് ആയിട്ട്. അപ്പം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് എന്തായാലും പറയണം. എൻ്റെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായ ഗൈസ്. അപ്പം ഞാൻ മോസ്റ്റ് ആയിട്ട് പൂക്കളത്തിൻ്റെ അടുത്തേക്ക് ഓടി പോവാണ്. മോസ്റ്റ് പൂക്കൾ എൻ്റെ വേൾഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഡേയിലെ പൂക്കൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും മോസ്റ്റ് അഡ്വാൻസ് ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും മോസ്റ്റ് ആയിട്ട് ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും 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 കണ്ടുമുട്ടാം. ബൈ ബൈ ഗൈസ്. ലവ് യു ഗൈസ്. യെസ് ലെറ്റ്സ് ഗോ.